Hi, good morning, my dear students. Today we are going to discuss about undue influence. The last class we are already discussed about what is coercion. Okay, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. എന്താണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്? അതായത് ഒരു വ്യക്തിയുടെ കൺസെൻറ്റ് ഫ്രീ അല്ലാതിരിക്കാവുന്ന രണ്ടാമത്തെ കാരണമാണ് അന്യായമായ സ്വാധീനം ചെലുത്തൽ. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാൾ, അല്ലെങ്കിൽ വ്യക്തിയുടെ മനസ്സിനെ സ്വാധീനിക്കുവാൻ കഴിയുന്ന ഒരാൾ വേണമെങ്കിൽ അയാളെ നിർബന്ധിച്ച് അന്യായമായ സ്വാധീനം ചെലുത്തി അയാളെ കോൺട്രാക്റ്റ് എൻട്രി ചെയ്യിക്കാം. അങ്ങനെ എൻട്രി ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയുടെ കൺസെൻറ്റ് ഫ്രീ അല്ല. കാരണം എന്താ, അയാളെ സ്വാധീനിച്ചിട്ടാണ് ഫ്രീ കൺസെൻറ്റ് ആക്കിയത്, അല്ല അയാളെ സ്വാധീനിച്ചിട്ടാണ് ഇതിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ പറയാം, ഇറ്റ് ഈസ് ഡ്യൂ ടു അൺഡ്യൂ ഇൻഫ്ലുവൻസസ്, സോ ഇറ്റ് ഈസ് എ വോയിഡബിൾ കോൺട്രാക്ട്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഇതിൽ നിന്ന് പിന്മാറാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താ അൺഡ്യൂ ഇൻഫ്ലുവൻസ്? ഇറ്റ് ഈസ് ദ ഇംപ്രോപ്പർ യൂസ് ഓഫ് എനി പവർ പൊസസ്ഡ് ഓവർ ദ മൈൻഡ് ഓഫ് ദ കോൺട്രാക്റ്റിംഗ് പാർട്ടി. അല്ലേ, അതായത് അന്യായമായ ഒരു ശക്തി ഉപയോഗിക്കുക. എന്ത് ശക്തിയാണ്? ശരീരത്തിലല്ല, മനസ്സിലേക്ക്. ഇങ്ങനെ എപ്പോഴും പറഞ്ഞ് സ്വാധീനിച്ചിരിക്കുക, അല്ലേ? കോൺട്രാക്റ്റിംഗ് പാർട്ടിയുടെ മനസ്സിലേക്ക് അന്യായമായ ഒരു മാനസികപരമായ ശക്തി ഉപയോഗിക്കുക. നമുക്ക് അങ്ങനെ സ്വാധീനിക്കുക, അല്ലേ? ഇപ്പം നമുക്ക് പലപ്പോഴും ചെയ്യാമല്ലോ. പിന്നെ വേലക്കാരനോട് യജമാനന് അന്യായമായ സ്വാധീനം ചെലുത്താം, അല്ലേ? മക്കളോട് അച്ഛന്, അങ്ങനെയൊക്കെ നമുക്ക് അവരുടെ മൈൻഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലേ? അവിടെയാണ് നമ്മൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉദ്ദേശിക്കുന്നത്. സംടൈംസ് എ പാർട്ടി ഈസ് കമ്പൾഡ് ടു എൻ്റർ ഇൻ ടു ആൻ എഗ്രിമെൻറ്റ് എഗനസ്റ്റ് ഹിസ് വിൽ ആസ് എ റിസൾട്ട് ഓഫ് അൺഫെയർ പെർസുവേഷൻ ബൈ ദ അതർ പാർട്ടി. സ്വയമേധയല്ല, അയാളുടെ ഇഷ്ടപ്രകാരമല്ല, മറ്റൊരാളുടെ സ്വാധീനം മൂലം അയാൾ കമ്പല് ചെയ്തു, കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ കമ്പല് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് പറയാം അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു, അല്ലേ? ഇപ്പോൾ എനിക്ക് കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാനായിട്ട് താല്പര്യമൊന്നുമില്ല, പക്ഷേ മറ്റൊരാളുടെ സ്വാധീനം മൂലം ഞാൻ ആ കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യാൻ വരികയാണെങ്കിൽ അവിടെ നമുക്ക് സംശയിക്കാം അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടായി. ദിസ് ഹാപ്പൻസ്, ഇതുണ്ടാകുന്നത് വെൻ എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ പാർട്ടീസ്. ഇത് സാധാരണയായിട്ടുണ്ടാകുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ആ സ്വാധീനം ചെലുത്താൻ പറ്റൂ. ബന്ധമില്ലാത്ത ആൾക്കാർ തമ്മിൽ സ്വാധീനം ചെലുത്താൻ പറ്റില്ല. രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു ബന്ധം നിലനിൽക്കുന്നുണ്ടെങ്കിൽ സ്വാധീനം ചെലുത്താൻ പറ്റും. ബന്ധം നിലനിൽക്കുന്നില്ലെങ്കിൽ സ്വാധീനം ചെലുത്താനും പറ്റില്ല. ആൻഡ് ദാറ്റ് റിലേഷൻഷിപ്പ് ഈസ് യൂസ്ഡ് ഫോർ ഒബ്റ്റെയിനിങ് ദ കൺസെൻറ്റ് ഓഫ് അതർ. ഹിയർ അൺഡ്യൂ ഇൻഫ്ലുവൻസ് റിസൾട്ട്. അല്ലേ, ഒരു ബന്ധം രണ്ടുപേരും തമ്മിൽ നിലനിൽക്കുന്ന ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് മറ്റേ വ്യക്തി എന്ത് ചെയ്യുന്നു? അയാളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. രണ്ടുപേരും തമ്മിലൊരു ബന്ധമുണ്ടാക്കുന്നു. ആ റിലേഷൻഷിപ്പാണ് മറ്റേയാളുടെ സമ്മതം നേടിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നുവെങ്കിൽ അവിടെ നമുക്ക് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടായെന്ന് സംശയിക്കണം. അപ്പോൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താണ്? ഇറ്റ് ഈസ് ദ ഇംപ്രോപ്പർ യൂസ് ഓഫ് എനി പവർ പൊസസ്ഡ് ഓവർ ദ മൈൻഡ് ഓഫ് അനദർ. ഹിയർ സം റിലേഷൻഷിപ്പ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദ പാർട്ടീസ്. ഹിയർ ഓൺ പാർട്ടി ഡോമിനേറ്റ് ദ മൈൻഡ് ഓഫ് അനദർ. ഒരു വ്യക്തി മറ്റൊരാളുടെ മനസ്സിനെ ഡോമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് എന്താണ് ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 16(1) ഡിഫൈൻസ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആസ് എ കോൺട്രാക്ട് ഈസ് സെഡ് ടു ബി ഇൻഡ്യൂസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഒരു കോൺട്രാക്ട് അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെയാണ് വന്നത് എന്ന് നമ്മൾ പറയുന്നത് വേർ ദ റിലേഷൻ സബ്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദ പാർട്ടീസ്. അവിടെ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നത് ആർ സച്ച് ദാറ്റ്, ഈ രീതിയിലാണ്. വൺ ഓഫ് ദ പാർട്ടി ഈസ് ഇൻ എ പൊസിഷൻ, ഒരു വ്യക്തി ഈ രീതിയിൽ ഒരു സ്ഥാനത്തിരിക്കുന്നു. എങ്ങനെയാണ്? ടു ഡോമിനേറ്റ് ദ വിൽ ഓഫ് ദ അതർ. മറ്റേ ആളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരു വ്യക്തിയുടെ സ്ഥാനമെങ്കിൽ, ആൻഡ് യൂസസ് ദാറ്റ് പൊസിഷൻ, അങ്ങനെ ആ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ടു ഒബ്റ്റെയിൻ ആൻ അൺഫെയർ അഡ്വാൻറ്റേജ് ഓവർ ദ അതർ. എന്താണ്? മറ്റേ ആളിൽ നിന്ന് ഒരു അൺഫെയർ, അന്യായമായ അഡ്വാൻറ്റേജ് മറ്റേയാളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് രണ്ടുപേർ തമ്മിൽ ഒരു പ്രത്യേക ബന്ധം നിലനിൽക്കുന്നു. ആ ബന്ധം ഉപയോഗിച്ചിട്ട് അയാൾക്ക് മറ്റേയാളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്നു. ആ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഒരു അൺഫെയർ, അന്യായമായ ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കുന്നു. ദാറ്റ് ഈസ് സെഡ് ടു ബി അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ക്ലിയർ? ഓക്കെ, എ കോൺട്രാക്ട് ഈസ് സെഡ് ടു ബി ഇൻഡ്യൂസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസസ് വേർ ദ റിലേഷൻ സബ്സിസ്റ്റിംഗ്, നിലനിൽക്കുന്നത് ബിറ്റ്വീൻ ദ പാർട്ടീസ്, വ്യക്തികൾ തമ്മിൽ ഉണ്ടാകുന്ന ആ സച്ച് ദാറ്റ്, ഈ രീതിയിലാണ്. എങ്ങനെയാണ്? വൺ ഓഫ് ദ പാർട്ടീസ് ഇൻ എ പൊസിഷൻ ടു ഡോമിനേറ്റ് ദ വിൽ ഓഫ് അതർ. ഒരു വ്യക്തിയുടെ സ്ഥാനം എന്താണ്? മറ്റൊരാളുടെ മനസ്സിനെ ഡോമിനേറ്റ് ചെയ്യുന്ന പൊസിഷനാണ്. ആൻഡ് യൂസസ് ദാറ്റ് പൊസിഷൻ, ആ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് അയാൾ ഒരു അന്യായമായ നേട്ടം ഉണ്ടാക്കിയെടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ.
ദ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് ഓഫ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്ന താഴെ പറയപ്പെടുന്ന എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. റിലേഷൻഷിപ്പ് ഉണ്ടാകണം. ദ റിലേഷൻഷിപ്പ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ഇസ് ദാറ്റ് വൺ ഓഫ് ദം ഈസ് ഇൻ എ പൊസിഷൻ ടു ഡോമിനേറ്റ് ദ വിൽ ഓഫ് അതർ. ഇപ്പം നമ്മൾ പഠിച്ചത് തന്നെയാണ് അല്ലേ. രണ്ട് വ്യക്തി, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഡെഫിനേഷൻ അനലൈസ് ചെയ്യുമ്പം രണ്ടുപേർ തമ്മിലൊരു ബന്ധമുണ്ട്. അതിനകത്ത് ഒരാൾ മറ്റേയാളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലുണ്ട് ഒന്നാം. രണ്ടാമത്തത് ദാറ്റ് ദ ഡോമിനൻറ്റ് പാർട്ടി ഹാസ് യൂസ് ദാറ്റ് പൊസിഷൻ ആൻഡ് ഹാസ് ടേക്കൺ ആൻ അൺഫെയർ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്വാധീനിക്കാൻ പറ്റുന്ന വ്യക്തി ആ പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട് മറ്റേ ആളിൽ നിന്ന് ഒരു അന്യായമായ അൺഫെയർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് നേടിയെടുക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ അൺഡ്യൂ, ഇതെങ്കിലും ഒന്ന് മിസ്സായാൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഇല്ല. സോ ദ ഫാക്ട് ദാറ്റ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് അറൈസ് വെൻ ബോത്ത് ഓഫ് ദ എബോവ് കണ്ടീഷൻസ് ഓർ എബോവ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്വർ സൈമിൾട്ടേനിയസ്ലി. രണ്ട് കാര്യം, അതായത് ഒരു വ്യക്തി മറ്റേയാളുടെ മേൽ സ്വാധീനം ഉണ്ടാകണം, ആ സ്വാധീനമുള്ള ആ വ്യക്തി മറ്റേയാളിൽ നിന്ന് എന്തുണ്ടാകുന്ന ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് നേടി. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ട് എങ്കിൽ മാത്രമാണ് അൺഫെയർ. ഏതെങ്കിലും ഒന്നാണെങ്കിലോ ആൻഡ് ദ പ്രസൻസ് ഓഫ് വൺ വിത്തൗട്ട് ദ അനദർ വിൽ നോട്ട് റിസൾട്ട് ദ അൺഡ്യൂ ഇൻഫ്ലുവൻസസ്. ഒരെണ്ണം ഉണ്ട് മറ്റേതില്ല എങ്കിൽ അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നില്ല. ക്ലിയർ? അപ്പം രണ്ട് കാര്യങ്ങളാണ്, അതായത് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം, ആ റിലേഷൻഷിപ്പ് ഉപയോഗിച്ചിട്ട് മറ്റേയാളുടെ മനസ്സിനെ ഡോമിനേറ്റ് ചെയ്യണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ആ വ്യക്തി, ആ ഡോമിനേറ്റ് ചെയ്യുന്ന വ്യക്തി എന്തെങ്കിലും നേട്ടം നേടിയെടുത്തിരിക്കണം. അല്ല ഒന്നാമത്തെ കാര്യം ഡോമിനേറ്റ് ചെയ്യുന്നു, അതിപ്പോൾ അച്ഛൻ മകനെ ഡോമിനേറ്റ് ചെയ്യുന്നു, അത് നമുക്കറിയാം അല്ലേ. സെർവൻറ്റ് മാസ്റ്റർ സെർവൻറ്റിനെ ഡോമിനേറ്റ് ചെയ്യുന്നു. കാരണം എന്താ, അയാൾ ശമ്പളം കൊടുക്കുന്ന ആളാണ് ഡോമിനേറ്റ് ചെയ്യുന്നു. പ്രിൻസിപ്പൽ ടീച്ചറെ ഡോമിനേറ്റ് ചെയ്യുന്നു അല്ലേ. ടീച്ചർ ആ കുട്ടികളെ ഡോമിനേറ്റ് ചെയ്യുന്നു. കാരണം കുട്ടികളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് അല്ലേ. പക്ഷേ അവിടെ അത് മാത്രം പോരാ, അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു അന്യായമായ നേട്ടം നേടിയെടുക്കുകയാണെങ്കിൽ അത്തരം നേട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേഴ്സൺസ് ഇൻ ഡോമിനൻ്റ് പൊസിഷൻ. ആരൊക്കെയാണ് ഡോമിനൻ്റ് പൊസിഷൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തികൾ? ഒന്ന്, ഹി ഹോൾഡ്സ് എ റിയൽ ഓർ അപ്പാരൻ്റ് അതോറിറ്റി ഓവർ ദ അതർ. ഒന്നാമത്തത്, ഒരു വ്യക്തി മറ്റൊരാളുടെ മേളിൽ ഒരു അധികാരം അല്ലെങ്കിൽ ഒരു പ്രത്യേക ബന്ധമുണ്ട് എങ്കിൽ അതിനെയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, ഉദാഹരണത്തിന് മാനേജർ ആൻഡ് വർക്കർ, ഇൻകം ടാക്സ് ഓഫീസറും അസസിയും, മാസ്റ്ററും സെർവൻറ്റും, പ്രിൻസിപ്പളും ടീച്ചറും, ഇവരെയൊക്കെയാണ് ആ കാറ്റഗറി ഉൾപ്പെടുത്തുന്നത് അല്ലേ, ഡോമിനൻ്റ് പൊസിഷൻ. അപ്പോൾ ഒന്നത് ഒരു അപ്പാരൻ്റ് അതോറിറ്റി ഓവർ ദ അതർ, ഒരാളിൽ മറ്റൊരാളുടെ മുകളിൽ ഒരു അധികാരമുണ്ടെങ്കിൽ. രണ്ടാമത്തത്, ഹീ സ്റ്റാൻഡ്സ് ഇൻ എ ഫിഡ്യൂഷ്യറി റിലേഷൻ ടു ദ അതർ, ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ഉണ്ട് എങ്കിൽ, ഒരു പ്രത്യേക ബന്ധം, അതായത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേരൻ്റ് ആൻഡ് ഫിഡ്യൂഷ്യൻ എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ അദൃശ്യമായൊരു ബന്ധമുണ്ട് അല്ലേ. അച്ഛൻ മകൻ, ഗാർഡിയൻ ആൻഡ് വാർഡ് അല്ലേ, ഒരു കുട്ടിയെ സംരക്ഷിക്കുന്ന ഗാർഡിയൻ, ഡോക്ടറും പേഷ്യൻറ്റും, സ്പിരിച്വൽ അഡ്വൈസർ ആൻഡ് ഡിസൈപ്പിൾ അല്ലേ. സ്പിരിച്വൽ അഡ്വൈസർ എന്ന് വെച്ചാൽ ആരാണ്, നമ്മുടെ ആത്മീയ നേതാവും അതിൻ്റെ ശിഷ്യന്മാരും, പബ്ലിഷറും ഓതറും, ബുക്ക് എഴുതുന്ന ആളും പബ്ലിഷ് ചെയ്യുന്ന ആളും, പ്രിൻസിപ്പളും ടീച്ചറും, പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ്, പ്രിൻസിപ്പളും ഏജൻറ്റും, ഇവരെയൊക്കെ തമ്മിലൊരു പ്രത്യേക ബന്ധം ഉണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ മൂന്നാമത്തെ കാറ്റഗറി, ഇപ്പോൾ ഒന്നാമത്തത് അപ്പാരൻ്റ് അതോറിറ്റി, രണ്ടാമത്തെ ഫിഡ്യൂഷ്യറി റിലേഷൻ, തേർഡ് വൺ ഹി മേക്സ് എ കോൺട്രാക്ട് വിത്ത് എ പേഴ്സൺ ഹൂസ് മെൻ്റൽ കപ്പാസിറ്റീസ്. മൂന്നാമത്തെ ഒരു ഡോമിനൻ്റ് പൊസിഷൻ എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുമായി കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു, ആ വ്യക്തി അയാളുടെ മാനസിക നില ടെമ്പറലി ഓർ പെർമനൻ്റ്ലി അഫക്റ്റഡ് ബൈ റീസൺ ഓഫ് ഏജ്, വയസ്സ് കൊണ്ടോ അല്ലെങ്കിൽ അസുഖം മൂലമോ അല്ലെങ്കിൽ മെൻ്റൽ ഓർ ബോഡി ഡിസ്ട്രസ് മൂലമോ ഉണ്ടാകുന്ന ഒരു വ്യക്തി. ഇപ്പോൾ അതാണ് ഡോക്ടർക്ക് വേണമെങ്കിൽ അയാളുടെ പേഷ്യൻ്റ്, അയാൾ വയസ്സായ രോഗിയാണെങ്കിൽ അയാളെ അന്യായമായി സ്വാധീനം ചെലുത്തി അയാളുടെ ആയിട്ട് കോൺട്രാക്ട് ഏർപ്പെട്ട് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ട് അല്ല അൺഫെയർ അഡ്വാൻറ്റേജസ് നേടിയെടുക്കാം അല്ലേ. അവിടെ എന്താ സംഭവിക്കുന്നത്, ആ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി, ഡോക്ടർ ചികിത്സിക്കുന്ന ആ വ്യക്തി മാനസികപരമായോ ശാരീരികപരമായോ അസ്വസ്ഥനാണ് അല്ലേ, ഏജ് മൂലമോ അസുഖം മൂലമോ ആണ്. ആ കാറ്റഗറിയിലും ഡോക്ടർക്ക് പേഷ്യൻറ്റിൻ്റെ മേലിൽ ഒരു അൺഫെയർ അഡ്വാൻറ്റേജസ് നേടിയെടുക്കാൻ പറ്റും. ഈ മൂന്ന് കാറ്റഗറി എന്തൊക്കെയാണ്, ഒരു അപ്പാരൻ്റ് അതോറിറ്റി, റിയൽ ഒരു അപ്പാരൻ്റ് അതോറിറ്റി ഉണ്ടായിരിക്കണം അല്ലേ. അത് നമുക്ക് എപ്പോഴും കാണാം, സെർവൻറ്റും അതുപോലെ മാനേജറും വർക്കറും പ്രിൻസിപ്പളും ടീച്ചറും ഇങ്ങനെയൊക്കെ കാണാം. അതുപോലെ തന്നെ ഫിഡ്യൂഷ്യറി, നമുക്ക് കാണാൻ പറ്റാത്ത അദൃശ്യ ബന്ധം, അച്ഛൻ മകൻ അല്ലേ, ശിഷ്യൻ ഗുരു അല്ലേ, അല്ലെങ്കിൽ ആത്മീയ നേതാവ് അയാളുടെ ശിഷ്യൻ, പബ്ലിഷർ ഓതർ, പ്രിൻസിപ്പൽ ഏജൻറ്റ്, ഈ ബന്ധം. അതുപോലെ മൂന്നാമത്തെ കാര്യം രോഗി ഡോക്ടർ അല്ലേ, വർഷങ്ങളായി ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ രോഗി. അപ്പോൾ രോഗിക്ക് ഒരു അസുഖമുള്ള രോഗിയാണെങ്കിൽ എപ്പോഴും ഡോക്ടറുടെ കൺട്രോളിലായിരിക്കും എപ്പോഴും. ഓക്കെ, ദിസ് ഈസ് സെഡ് ടു ബി ദ ത്രീ കണ്ടീഷൻസ് ആർ സെഡ് ടു ബി പേഴ്സൺസ് ഇൻ ഡോമിനൻ്റ് പൊസിഷൻ. നെക്സ്റ്റ്, എഫക്റ്റ് ഓഫ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. എന്താണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് മൂലം ഉണ്ടാകുന്ന പ്രശ്നം?
ഒരു എഗ്രിമെൻറ്റ് കോസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസസ് ഈസ് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ പാർട്ടി ഹൂസ് കൺസെൻറ്റ് ഹാസ് ബീൻ സോ ഒബ്റ്റൈൻഡ്. അല്ലേ, ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസിനകത്ത് പ്രധാനമായിട്ട് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ കൺസെൻറ്റ് അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെയാണ് ഉണ്ടായെങ്കിൽ ആ വ്യക്തിക്ക് വേണമെങ്കിൽ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാം. ആ എഗ്രിമെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന കോൺട്രാക്ട് നമ്മൾ വിളിക്കുന്നത് വോയിഡബിൾ കോൺട്രാക്ട് എന്നാണ്. വോയിഡബിൾ കോൺട്രാക്ട് നമ്മളെ കൊയേർഷൻ പോലെയാണ്. ആർക്കാണോ ബുദ്ധിമുട്ടുണ്ടായത് അയാൾക്ക് പറയാം എൻ്റെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണ്, അതിൽ നിന്ന് അയാൾക്ക് പിന്മാറിച്ച വോയിഡബിൾ. It creates only voidable contract. It may be valid if the party agrees, otherwise it is never valid. Okay, next, conditions under which undue influence is suspected. Undue influence suspect ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, ഇനാഡിക്വസി ഓഫ് കൺസിഡറേഷൻ. ഒരു കോൺട്രാക്റ്റിനകത്ത് കൺസിഡറേഷൻ ഇല്ല എങ്കിൽ നമുക്ക് അവിടെ സംശയിക്കാം അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന്, അല്ലേ, ഒരു കൺസിഡറേഷൻ ഇല്ലാത്തൊരു കേസ്. അതുപോലെ തന്നെ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്, ഒരു പ്രത്യേക ബന്ധം, അദൃശ്യ ബന്ധം രണ്ട് വ്യക്തികൾ തമ്മിൽ ഉണ്ട് എന്ന് നമുക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ അവിടെ കൺസിഡറേഷൻ ഉണ്ട്, അത് നോർമൽ കൺസിഡറേഷൻ അല്ല, അല്ലെങ്കിൽ വാലിഡ് കൺസിഡറേഷൻ അല്ല എന്ന് തോന്നിയാൽ അവിടെ ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ഉണ്ട് എങ്കിൽ അവിടെയും നമുക്ക് അൺഡ്യൂ ഇൻഫ്ലുവൻസ് സംശയിക്കാം. മൂന്നാമത്തത്, ഇൻഇക്വാലിറ്റി ബിറ്റ്വീൻ ദ പാർട്ടീസ്. വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന വ്യക്തികൾ തമ്മിലുള്ള ഏജിലോ അത് ബുദ്ധിയിലോ സോഷ്യൽ സ്റ്റാറ്റസിലോ തമ്മിൽ ഇൻഇക്വാലിറ്റി ഉണ്ട് എങ്കിൽ, അതായത് ഒരു പ്രായമുള്ള ഒരു ഏജ്ഡായിട്ടുള്ള ഒരാളും ഒരു യുവാവും തമ്മിൽ സോഷ്യൽ സ്റ്റാറ്റസിൽ ഒരുപാട് വ്യത്യാസമുള്ള രണ്ടുപേർ തമ്മിൽ കോൺട്രാക്ട് ഏർപ്പെടുന്നുവെങ്കിൽ അവിടെ നമുക്ക് സംശയിക്കാം ഇവർ തമ്മിലൊരു ഉണ്ടായത് ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് മൂലം ഇവരെ സ്വാധീനിച്ചിട്ടായിരിക്കാം, അല്ലേ. അവർ സാധാരണയായിട്ട് കോൺട്രാക്ട്, എഗ്രിമെൻറ്റ്, റിലേഷൻഷിപ്പ്, ഇതൊക്കെ ഉണ്ടാകുന്നത് ഈക്വൽ സ്റ്റാറ്റസ്, ഏജ്, ഇൻ്റലിജൻസ് ഒക്കെ വെച്ചിട്ടാണ്, അല്ലേ. ഒരേപോലെയൊക്കെ ഉള്ള ആൾക്കാർ തമ്മിലാണ് കൂടുതൽ കോൺട്രാക്റ്റുകൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്, അല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടാകുന്നില്ല എങ്കിൽ അവിടെയൊക്കെ നമുക്ക് അൺഡ്യൂ ഇൻഫ്ലുവൻസ് സസ്പെക്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സിനെ മറ്റൊരു വ്യക്തി കൃത്യമായി സ്വാധീനിക്കുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ വർക്കാണ് കൊയേഷനും. നിങ്ങളിന്ന് വായിച്ച് നോക്കുക, പുസ്തകത്തിലുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാനത് അങ്ങോട്ട് അയച്ചു തരാം, നിങ്ങളത് വായിച്ച് നോക്കുക. എന്താണ് കൊയേഷൻ, എന്താണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് എഴുതി വെക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. ഓക്കെ.